welcome to my channel. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് എഗ് ഒന്നും ചേർക്കാത്ത ഒരു ഓറഞ്ച് കേക്കാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. വളരെ സോഫ്റ്റ് ആയ വളരെ ടേസ്റ്റി ആയുള്ള ഒരു കേക്കാണിത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നമ്മളിതൊരു ആർട്ടിഫിഷ്യൽ കളറുകളോ ഒന്നും തന്നെ ചേർക്കാതെയാണ് ഇത് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകുന്ന അത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. ഓവനോ എഗ്ഗോ ബീറ്ററോ ഒന്നും തന്നെ ഉപയോഗിക്കാതെ ഒരു ആർട്ടിഫിഷ്യൽ കളറും ചേർക്കാതെയാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നത്. നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ലല്ലോ. ഓറഞ്ച് കേക്ക് തയ്യാറാക്കാനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് മൈദയാണ്. ഇനി ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ ഈ ഒരു ഗ്ലാസിൻ്റെ അളവിനാണ് എടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ഇതുപോലെയുള്ള മെഷറിംഗ് കപ്പുകൾ വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ ഞാനിതിവിടെ സാധാരണ ഗ്ലാസ്സിലാണ് എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ കേക്ക് റെഡിയാക്കാനായി ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് മൈദ എടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു പിഞ്ച് ഉപ്പ്. ഇനി നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് 2 പ്രാവശ്യം അരിച്ചെടുക്കാം. തന്നെ കട്ടകളൊന്നുമില്ലാതെ നമുക്ക് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ 2 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ആവശ്യമായത് ഒരു ഓറഞ്ചിൻ്റെ കുറച്ച് തൊലി നമുക്ക് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂണോളം ഓറഞ്ചിൻ്റെ പീൽ എടുത്തിട്ടുണ്ട്. അതൊരു ഫ്ലേവറിന് വേണ്ടിയാണ് നമ്മളിത് എടുക്കുന്നത്. തികച്ചും ഓപ്ഷണലാണ്. അതിൻ്റെ വൈറ്റ് ഭാഗം വരാതെ നോക്കണം. ഇതുപോലെ ഓറഞ്ചിൻ്റെ പുറത്തെ തൊലി മാത്രം നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കണം. നമുക്ക് കേക്ക് മിക്സ് ചെയ്യാനായി നമ്മൾ മൈദ എടുത്ത അതേ ഗ്ലാസ്സിന് ഒരു 1/4 ഗ്ലാസ് തിളപ്പിച്ച് തണുപ്പിച്ചെടുത്ത പാലെടുക്കാം. ഇനി നമുക്കതിലേക്ക് 1/4 ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് രണ്ടും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇത് രണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സെയിം ഗ്ലാസ്സിൽ ഒരു 1/4 ഗ്ലാസോളം പഞ്ചസാര നല്ലതുപോലെ പൊടിച്ചെടുക്കാം. ഇത് നമുക്ക് കുറേശ്ശെ ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. മധുരമൊക്കെ നമ്മുടെ ഓറഞ്ച് ജ്യൂസിൻ്റെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര എടുക്കണം. ഞാനിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം മൈദ ഇട്ട് കൊടുക്കാം. നമ്മൾ മൈദയും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും സാൾട്ടും എല്ലാം നല്ലതുപോലെ അരിച്ചെടുത്തത് കുറേശ്ശെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മളെല്ലാം ഡ്രൈ ഇൻഗ്രീഡിയൻസും എല്ലാം ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ബാറ്റർ ഒരു നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒരു ഗ്ലാസോളം ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടുണ്ട്. വെള്ളം ഒട്ടും തന്നെ ഒഴിക്കാതെ ഓറഞ്ചിൻ്റെ ഫ്രഷ് ആയിട്ടുള്ള ഒരു ജ്യൂസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് കുറേശ്ശെ ഒഴിച്ച് ബാറ്റർ നമുക്ക് ലൂസാക്കി എടുക്കാം. എല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ ഒഴിക്കരുത്. കുറേശ്ശെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഓറഞ്ച് ജ്യൂസൊക്കെ ഒഴിച്ച് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും. ഒരു ഹണിയുടെയൊക്കെ കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, അത് മതിയാവും. ഞാൻ ഒരു ഗ്ലാസ് ഫുൾ ഓറഞ്ച് ജ്യൂസ് ഉപയോഗിച്ചിട്ടില്ല.
ഒരു 3/4 ഗ്ലാസോളം മാത്രമാണ് ഇതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഒരുമിച്ച് നമുക്ക് ജ്യൂസ് ഒഴിക്കേണ്ട, കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുത്താൽ മതിയെന്ന്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓറഞ്ചിൻ്റെ പീലിട്ട് കൊടുക്കാം. നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്കിനി 1 ടേബിൾ സ്പൂണോളം ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ലെമൺ ജ്യൂസ് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കേക്ക് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് നമ്മളിതിലേക്ക് ലെമൺ ജ്യൂസ് ഒഴിക്കുന്നത്. ഇനി നമുക്കിത് കേക്ക് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കേക്ക് ട്രേക്ക് പകരം ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ ഞാനിത് ബട്ടർ ഉപയോഗിച്ച് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ഒരു ബട്ടർ പേപ്പറും വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കേക്ക് ട്രേയിലോ ഇതുപോലത്തുള്ള സ്റ്റീൽ പാത്രത്തിലോ ഏത് വേണമെങ്കിലും നമുക്ക് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്കിനി ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് എയർ ബബിൾസ് ഒക്കെ പോകാനായി നമുക്ക് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക്, ഒരു കടായിലേക്ക് വെച്ച് ഒരു 30-35 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ ഈ കടായി ഒരു 10 മിനിറ്റോളം പ്രീ ഹീറ്റ് ചെയ്തെടുത്തതാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ വെച്ച് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ മുകളിൽ ഒരു വെയിറ്റ് കൂടി വെക്കുന്നുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 30-35 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കേക്ക് ബേക്ക് ആവുന്ന ടൈം കൊണ്ട് നമ്മുടെ കേക്കിന് ആവശ്യമായ ഗ്ലേസ് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1/2 ഗ്ലാസോളം ഓറഞ്ച് ജ്യൂസാണ്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായത് 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര പൊടിച്ചതാണ്. നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. കൈവിടാതെ ഇളക്കി വേണം കുറുക്കിയെടുക്കാൻ. നമ്മുടെ കേക്കിൻ്റെ ഗ്ലേസിയർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് തണുക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കട്ടിയാകും. നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 35 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. നമുക്ക് ഇതുപോലൊരു ടൂത്ത് പിക്കോ പപ്പടം കുത്തിയോ എങ്ങാനും ഉപയോഗിച്ച് നമുക്ക് ഇത് വെന്തോന്ന്, ഉള്ളൊക്കെ വെന്തോന്ന് ഇതുപോലെ ഒന്ന് കുത്തി നോക്കാം. നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാൻ വെക്കാം. നമ്മുടെ കേക്ക് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ വളരെ സൂപ്പർ സോഫ്റ്റി ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡിയാണ്. തൊട്ടാൽ തന്നെ വളരെ പഞ്ഞി പോലെ താന്നു പോകുന്ന നല്ല സൂപ്പറായിട്ട് സോഫ്റ്റായ ഒരു കേക്കാണ്. നമ്മൾ ബീറ്ററോ എഗ്ഗോ മൈക്രോവനോ ഒന്നും തന്നെ ഉപയോഗിക്കാതെയാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓറഞ്ച് ഗ്ലേസിയർ ഉപയോഗിച്ച് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ഓറഞ്ചിൻ്റെ ഗ്ലേസിയർ ഒഴിച്ച് ഞാനിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്.
ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ച് സെറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ സ്പോഞ്ചി ആയിട്ടുള്ള ഓറഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ എഗ്ഗൊന്നും തന്നെ ഉപയോഗിക്കാതാണ് ഈ കേക്ക് റെഡിയാക്കിയെടുത്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കേക്കിൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ. അടുത്തൊരു റെസിപ്പിയുമായി കാണാം.